എന്താല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ 2 പോലീസുകാർക്ക് ഹെൽമെറ്റ് ഇല്ല. നാടിന്റെ നിയമപാലകന്മാരല്ലേ ഇങ്ങനെയൊക്കെ പാടുന്ന 2 പേർക്കും ഹെൽമെറ്റ് ഇല്ല. കാണുന്ന ഹലോജൻ ടൈപ്പ് കേട്ടോ. അപ്പൊ ഇത് മാറ്റിയിട്ട് നമ്മൾ പ്രൊജക്ടർ ടൈപ്പാണ് നമ്മുടെ കാറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വന്നിട്ട് നമുക്ക് ഇത് നോക്കിയിട്ട് ഇഷ്ടമായി. ഇനി ഇത് ഫിറ്റ് ചെയ്യണം. ഇത് ഏത് വണ്ടി? BMW M3ന്റെ ഹെഡ്ലൈറ്റ് ഇട്ടാ. എന്റെ മോനെ സീൻ ഇട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാഡ് മാക്സ് വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ നമ്മൾ ഈ വണ്ടീൻ്റെ കുറച്ച് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിന്ന് കോയമ്പത്തൂർ ഉക്കട മാർക്കറ്റിലൊരു ഹെഡ്ലൈറ്റിൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞ് അറേഞ്ച് ചെയ്ത ഒരു സാധനം ഹെഡ്ലൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ടൈപ്പ് അല്ല, നമുക്കിപ്പോൾ കാണുന്ന ഹലോജൻ ടൈപ്പ് കേട്ടോ. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മൾ പ്രൊജക്ടർ ടൈപ്പാണ് നമ്മുടെ കാറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഒരു ഏകദേശം 12:30 ആയിട്ടോ. 12:30 നമ്മളിനിപ്പോൾ കോയമ്പത്തൂർക്കുള്ള വഴിയിലാണ്. ഇപ്പോൾ ഏകദേശം തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് വണ്ടി നിർത്തിയേക്കാം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഇൻട്രോ എടുക്കാൻ വേണ്ടി നിർത്തിയേക്കണേ. നമ്മുടെ ഫ്രണ്ട് സോളോ സ്പേസ് വാക്കറിൻ്റെ കൂടെ നമ്മളിന്ന് പൊളിക്കൂലേ എൻ്റെ പോന്നോ. അപ്പോൾ നമ്മളെന്തായാലും പോയിട്ട് അവിടുത്തെ കണ്ടീഷൻ എന്താ അറിയില്ല കേട്ടോ. നമുക്ക് ചെന്ന് നോക്കിയാലേ അറിയുള്ളൂ ഹെഡ്ലൈറ്റ് നല്ലതാണോ ചീത്തയാണെന്ന്. ഫോട്ടോയിലൊക്കെ കിടിലേ. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേ അറിയുള്ളൂ എന്താ അവസ്ഥ. നമുക്ക് ഈ OLX-ൽ നല്ല വണ്ടീൻ്റെ ഫോട്ടോ കണ്ട് പോയി എടുക്കുന്ന പോലെ കേട്ടോ ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അവിടെ അവസ്ഥ എന്ന് നമുക്ക് അവിടെ പോയാലേ അറിയുള്ളൂ. ശരിക്കും ഇതിന് ഒരു ഹെഡ്ലൈറ്റ് 40,000 രൂപ റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എത്ര രൂപയ്ക്ക് കിട്ടും, എന്താണ് അവിടുത്തെ അവസ്ഥ, എന്തൊക്കെ സ്പെയറുകൾ ഉണ്ടെന്നുള്ള എന്തായാലും നേരിട്ട് പോയി നോക്കാം. ഭയങ്കര വെയിൽ, എന്തായാലും അകത്തേട്ട് പോവാം. പോവാ ഏ ഗായ്സ്, അങ്ങനെ നമ്മൾ ഉക്കട മാർക്കറ്റിലെത്തിയിട്ടോ. വണ്ടിയിൽ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇവിടെ വരുന്നത്. ഇവൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവനിവിടെ എല്ലാവരും അറിയാമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇവിടുത്തെ ലോറികളൊക്കെ കിടക്കണം കേട്ടോ. ഇനി എങ്ങനെയാണെന്ന് പോയി നോക്കാം. നമുക്ക് പോകേണ്ട ഷോപ്പിലേക്ക് ആദ്യം പോയി നോക്കാം. ഗായ്സ്, ഇതാണ് നമ്മൾ പറഞ്ഞ ഹെഡ്ലൈറ്റ്. ചെറിയ മൈന്യൂട്ട് ഇതുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് സാധനം. ഇവിടെ കുറേ. ചേട്ടൻ്റെ പേരെന്താ? അർഷാദ്. കണ്ടില്ലേ, കുറേ വണ്ടീൻ്റെ ഹെഡ്ലൈറ്റ്സ് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ ഏത് വണ്ടീൻ്റെ? അതായത് ഇതൊക്കെ വെർണയുടെ കേട്ടോ. കുറേ ടൈപ്പ് സാധനം ഉണ്ട്. ക്ലീൻ പീസ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം. അപ്പോൾ വന്നിട്ട് നമുക്ക് ഇത് നോക്കിയിട്ട് ഇഷ്ടമായി. ഇനി ഇത് ഫിറ്റ് ചെയ്യണം. വയറിങ് എന്താ ചെയ്യണം അല്ലേ? വയറിങ് ആൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഫങ്ഷൻ വർക്ക് ചെയ്യും. എല്ലാം വർക്ക് ചെയ്യും. എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ബൾബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ബൾബ് ഉണ്ട് അല്ലേ? ഒറിജിനൽ സാധനം. ഇതെല്ലാം വണ്ടിൻ്റെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ? ഇത് ഏത് വണ്ടി? BMW M3ന്റെ ഹെഡ്ലൈറ്റ് ഇട്ടാ. സെറ്റ് പോളോ, വെർച്ചസിന്റെ ഒക്കെ ഇതോ സാധനം ഉണ്ട് കേട്ടോ. അത് i20 ന്യൂ മോഡൽ അല്ലേ? വെർണ ന്യൂ മോഡല്. അത് വേറെ കൂടുതലുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ മാറുമ്പോഴുള്ള സാധനം കാണിച്ചു തരാം കേട്ടോ. ഗായ്സ്, അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടോ. ഒന്ന് ലേറ്റ് ആയിപ്പോയി. സമയം എത്ര മണിയായി? 4 മണിയായിട്ടോ. നമ്മളിപ്പോഴാണ് ഫുഡ് കഴിക്കുകയാണ്. വണ്ടി അവിടെ നമ്മുടെ ഹെഡ്ലൈറ്റ് എടുത്ത് അവിടെ റെഡിയാക്കാൻ വേണ്ടി കൊടുത്ത് അങ്ങനെ ഫുഡ് കഴിക്കണം. നേരെ ഇരിക്കടാ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി കേട്ടോ. ബിരിയാണി പറഞ്ഞ് എന്തായാലും എങ്ങനെയുണ്ട് നോക്കാം. ഇതൊരു കേരള റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ട് കേട്ടോ അല്ലേ? അങ്ങനെ അഴിച്ചിട്ടേക്ക് കേട്ടോ. ഇതിന് ഫുൾ ഓപ്ഷനിലേക്ക് കൺവേർട്ട് ആകുമ്പോൾ വയറിംഗ് കിറ്റിന് ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അഡീഷണൽ വയറിംഗ് കിറ്റൊക്കെ ചെയ്യണം. അപ്പോൾ ഇത് നമ്മുടെ പഴയ ഹെഡ്ലൈറ്റ് ഇട്ടാ. ഇത് മാറ്റി നമ്മളിതാ പുതിയ ഇവിടെ നിന്നില്ല കേട്ടോ, അവിടെ എവിടെയാണ്. അപ്പോൾ അത് ചെയ്യണം. അങ്ങനെ ഇത് ഹെഡ് ലാമ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ വയറിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ ആൾട്രേഷൻ കാര്യങ്ങൾ ചെയ്യണം. എന്നാലാണ് നമുക്കിത് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള എല്ലാ വർക്കുകളും സെറ്റ് ആവുകയുള്ളൂ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് ഫിറ്റിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ബമ്പർ കൂടെ കയറ്റി കഴിയുമ്പോൾ അറിയുള്ളൂ കേട്ടോ ലുക്ക് എന്താന്ന്. അപ്പോൾ ഇതായിട്ട് നമ്മുടെ മെയിൻ ഫിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന പുള്ളിയാട്ടാ. വയറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത്. അപ്പോൾ ഇതിന് ഫിറ്റ് ചെയ്തിട്ട് നമ്മുടെ ബാർ ലൈറ്റ് ഇല്ലേ, അതിപ്പോൾ എപ്പോഴെപ്പോഴും റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ക്ലിപ്പ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടി എക്സ്ട്രാ ക്ലിപ്പ് കൊടുക്കാൻ വേണ്ടി പോകട്ടോ. ഇല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ബമ്പർ അടിക്കുമ്പോൾ വീണ്ടും ബാർ ലൈറ്റിൻ്റെ വയർ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മൾ ചെയ്ത. സമയം കുറച്ചോ അതെ, ഇവനെ ഉറക്കാൻ വന്നിട്ട് കാപ്പി പിടിക്കുക, പോവായി ഫുഡ് അടിക്കുക, അങ്ങനെയൊക്കെ തന്നെ ഇരുന്നിട്ടാ. നമ്മൾ എത്തിയപ്പോൾ ലേറ്റ് ആയില്ലേ? ഇവിടെ എത്തിയപ്പോൾ തന്നെ 4 മണിയും കണ്ടായി. അതാണ് പ്രശ്നമായ. ഇല്ലെങ്കിൽ പരിപാടി പെട്ടെന്ന് തീർന്നു. ഒരു 3 മണിക്കൂറിൻ്റെ വയറിങ്ങും പിന്നെ ആ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയ ക്ലിപ്പുകൾ അമ്പുകളൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ പോയി മേടിച്ച് വന്നപ്പോൾ ഈ സമയമായി. അപ്പോൾ എന്തായാലും ലുക്ക് എന്തായാലും ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. എൻ്റെ മോനെ സീൻ കേട്ടോ, ഭയങ്കര ഹാപ്പി. ഐബിയും വരുമ്പോൾ 4 വരും. എന്താ ഈ പോലീസുകാർക്ക് നമ്മുടെ നാട്ടിലൊക്കെ എന്തായിരിക്കും അവര് പിടിക്കുന്ന എത്ര കയറ്റി പോലേ എന്താലേ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ 2 പോലീസുകാർക്ക് ഹെൽമെറ്റ് ഇല്ല. നാടിന്റെ നിയമപാലകന്മാരല്ലേ ഇങ്ങനെയൊക്കെ പാടുന്ന 2 പേർക്കും ഹെൽമെറ്റ് ഇല്ല. പിന്നെ എങ്ങനെ നാട് നന്നാവും? കേരളത്തിൽ എങ്ങനെ ആവണം? ഇതെങ്ങനെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എവിടെ എത്തിയതാ? വളക്കാഞ്ചേരിയോ? വളക്കാഞ്ചേരി എത്തിയപ്പോ തട്ടുകടയിൽ ഫുഡ് അടിക്കാൻ കയറിയിട്ട് തട്ടുകടത്ത് ഫുഡാക്കാൻ ചോദിച്ചു. അപ്പോൾ നമ്മുടെ തട്ടുകടയിൽ വളക്കാഞ്ചേരി എന്തൊക്കെ ഉള്ളത് നോക്കാം. എനിക്കെന്താ വേണ്ടേ? ദോശ, പൊറോട്ട, ചപ്പാത്തി. എപ്പോൾ വീഡിയോ എടുത്താലും ഇവൻ കൈ പിടിച്ച് ഇങ്ങനെ പൊത്തി പിടിച്ചെടുക്കും കേട്ടോ. നമ്മളിതാ ബോട്ടി, നല്ല ചൂട് ബോട്ടി ചിക്കൻ റോസ്റ്റും ആട്ടോ ഓർഡർ ചെയ്താൽ. നല്ല ചെറിയ പൊറോട്ട കേട്ടോ, കുഞ്ഞു പൊറോട്ട. അപ്പോൾ 8 പറഞ്ഞിട്ടുണ്ട് സെറ്റ്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞാണ്. അങ്ങനെ നമ്മുടെ ഹെഡ്ലൈറ്റ് ചെയ്ത വണ്ടിയുടെ ലുക്കേ മാറിട്ടോ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ക്ലീൻ ലുക്കായിട്ടുണ്ട് കേട്ടോ. എന്തോ ഭാഗം കൊണ്ട് നമുക്ക് നല്ല ക്ലീൻ പീസ് സാധനം കിട്ടിട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ലുക്ക് എന്തായാലും നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് പ്രൊജക്ടർ ഹെഡ് ലാമ്പ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബൾബ് കൂടി അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. നല്ല കിടിലം പോലത്തെ LED ബൾബ് കൂടി അപ്ഗ്രേഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഇപ്പോൾ ഉള്ള ലുക്ക് നോക്കിയേ, ഒരു രക്ഷയില്ല. ഭയങ്കര ഇഷ്ടമായി. പ്രൊജക്ടർ ആയതുകൊണ്ട് തന്നെ നൈറ്റ് ഓടിക്കുമ്പോഴും നല്ല വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.